അങ്ങനെ ചേരിതിരിവ് സൃഷ്ടിക്കാൻ പാവം വെള്ളാപ്പള്ളി നടേശന്റെ തലയിൽ വലിയ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ കൊണ്ട് 89ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ കൊണ്ട് പല പ്രസ്താവനകൾ ഇറക്കിക്കുന്നു. അതാണ് അതിൻ്റെ മൂന്നാമത്തെ തന്ത്രം. അപ്പോൾ ആദ്യ തന്ത്രം തൊട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ, നിയമവും ഉപയോഗിച്ച് ശബരിമല പിന്നെ SIT അന്വേഷണത്തെ അട്ടിമറിക്കുക, പാർട്ടിക്കാരെ അതിൽ നിന്ന് രക്ഷിക്കുക, സമൂഹത്തിൽ പിന്നെ പിണറായിക്കും കുടുംബത്തിനും പാർട്ടിക്കും ഇടതുമുന്നണിക്കും ഒക്കെ എതിരെ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ അല്ലെങ്കിൽ സാമൂഹിക പ്രക്ഷോഭങ്ങൾ നടത്തുന്നവരെ അവരെ ഒന്ന് വായടപ്പിക്കുക. ഈ തന്ത്രമാണ്. അപ്പം നമുക്ക് തുടക്കത്തിൽ ഈ SIT അന്വേഷണത്തിൽ പാർട്ടിക്കാർ പലരും, ഇപ്പൊ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, മുൻ MLA, CPM-ന്റെ മുൻ MLA-യുമാണ് ജയിലിൽ കിടക്കുന്ന പത്മകുമാർ. അതുപോലെ തന്നെ വാസു പാർട്ടി മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ആളാണ് വാസു. വിജയകുമാർ ഇപ്പം വീണ്ടും അദ്ദേഹം ജയിലിൽ പോയി, വിജയകുമാർ കിടക്കും. പിന്നെ ഇനി വരാനോ കടകംപള്ളി ഇതിലെ ഒരു പ്രധാന കണ്ണിയാണ്. മുൻ ദേവസ്വം മന്ത്രിയുടെ ചുമതല ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത കണ്ണിയാണ്.